ഏയ് എന്താണൊരു യോസനി? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു നന്ദു. എന്താ? ജീവിതത്തിൽ ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല. അമ്മ നമ്മളോട് താഴേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചു. ഒരു വലിയ പൊട്ടിത്തെറിയോ മറ്റോ നടക്കാൻ പോകുന്ന പോലെ ഒരു തോന്നലായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് മധുരം തന്ന് എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞപ്പോ സ്വപ്നം കാണുമെന്നാ തോന്നിയത്. ഇതുവരെയുള്ള പരിഭവവും സങ്കടവും തെറ്റിദ്ധാരണകളും ഒക്കെ ആ ഒറ്റ നിമിഷത്തിൽ അവസാനിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണവും മത്സര ദിവസങ്ങളും ഒക്കെ മനസ്സിൽ നിന്ന് പോയി. ഞാനൊരു മകള് മാത്രമായിട്ട് മാറി. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അമ്മ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ടായിരുന്നു? അമ്മ അതൊക്കെ മറന്നു കാണുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അമ്മയുടെ മനസ്സില് അച്ഛനും നന്ദുവും നന്ദുവിന്റെ ഭാര്യയൊക്കെ ഉണ്ടാവും. അമ്മയെ സംബന്ധിച്ച് ഇതൊരു പുതിയ തുടക്കാവും. ഒരു നല്ല വീട്ടമ്മയായി കഴിയാനായിരിക്കും ഇനി അമ്മയുടെ തീരുമാനം. ആ, നീ പറഞ്ഞു നേരെ. അമ്മയെ കൊണ്ട് നമുക്ക് അരുന്ധതി മേഡത്തെ ഒന്ന് കാണാൻ പോയാലോ? അല്ല, ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കട്ടെ. അതിൽ നമ്മൾ ഇടപെടണ്ട നന്ദു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ. ഇനി നേരിട്ട് കാണുമ്പോ പഴയ ഓർമ്മകളൊക്കെ വരും. ഒന്നും വേണ്ട. പിന്നെ എന്റെ സത്യപ്രതിജ്ഞയ്ക്ക് അമ്മ മേഡമൊക്കെ എന്തായാലും വരും. വേണമെങ്കിൽ അന്നവര് കണ്ട് സംസാരിക്കട്ടെ. അല്ല, ഞാനത് മറന്നിരിക്കായിരുന്നു. എന്ത്? ഒരു MLA യുടെ ഭർത്താവാണ് ഞാനെന്ന്. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാ നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നക്ഷത്രമാണ് എന്റെ അടുത്ത് നിൽക്കുന്നതെന്ന്. ഒന്ന് പോന്നെന്തോ. ഞാൻ സത്യം പറഞ്ഞ ദേവി. ഞാൻ എന്നും കാണുന്ന ദേവിയാണെന്ന മട്ടിൽ വലിയ ബഹുമാനമൊന്നും ഇല്ലാതെ ഞാൻ നിന്നേ. ദേ ഇടി വാങ്ങിക്കുവേ. ഞാൻ എന്നും എന്റെ നന്ദുവിന്റെ ദേവി തന്നെയാ. ജീവനുള്ളിടത്തോളം അതങ്ങനെ തന്നെ ആയിരിക്കും. അല്ല, മുമ്പൊക്കെ തോന്നുന്ന സമയത്ത് അടുത്ത് വരാം, കുറച്ച് റൊമാൻസ് ഒക്കെ പറയാം, ഒരു ഉമ്മ തരാം. ആ, പക്ഷെ ഇപ്പോ ജനപ്രതിനിധിയല്ലേ, അധികാരമുള്ള ആള്. അപ്പോ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. കുറച്ചൊക്കെ ഒന്ന് പേടിക്കുന്ന നല്ലതാ. എങ്ങനെ നന്ദു പറഞ്ഞ പോലെ തന്നെ റൊമാൻസിനും ഉമ്മ വെക്കാനും ഒക്കെ അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്ന്. അങ്ങനെയാണെങ്കിലേ ഇപ്പൊ ഒരു അരമണിക്കൂർ നേരം പ്രേമസല്ലാപത്തിന് സമയം കിട്ടുമോ മേഡം? ഇല്ല, വ്യാഴാഴ്ച രാവിലെ ഒരു 10 മിനിറ്റ് അനുവദിക്കാം. എന്റെ ഓഫീസിലേക്ക് വന്നാ മതി. അയ്യടാ, നീ MLA ആണെങ്കിലേ ഞാൻ ഓർഡറാ. പൊതുജനത്തിന്റെ അവകാശങ്ങളെ പിടിച്ചു വാങ്ങാൻ എനിക്കറിയാം കേട്ടാ.